15/2024 വാട്സപ്പിലെ ഒരു വോയിസ് മെയിലിലേക്ക് ഒരു പെൺകുട്ടിയുടെ കരഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ വരികയാണ്. എൻ്റെ പിതാവിനെയും എൻ്റെ ചെറിയ അനിയനെയും ഒരാൾ കൊലപ്പെടുത്തിയിരിക്കുന്നു, എന്നെയും ഇപ്പോൾ കൊല്ലും, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയുടെ മൊബൈലിൽ നിന്നും വരുന്നു. ഇത് ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ മെസ്സേജ് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ അത് പോലീസിൽ എത്തിച്ച് ആ പോലീസ് ആ വീട്ടിലേക്ക് വന്ന് വാതിൽ ചവിട്ടി തുറന്ന് അവിടെ എത്തുമ്പോൾ കാണുന്നത് അടുക്കളയിൽ ഒരു പോളിത്തീന്റെ വലിയ ഷീറ്റിൽ ആ പിതാവിനെ 52 വയസ്സുകാരനായ ആ പിതാവിനെ വെട്ടി നുറുക്കി പല കഷ്ണങ്ങളാക്കി ഇട്ടിരിക്കുന്നു. എന്നാൽ ആ കുഞ്ഞ് അനുജനെ അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ ഇരിക്കെ ഒരു പോലീസുകാരൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിന്റെ വാതിലിൽ കുറച്ച് രക്തക്കറ ഇരിക്കുന്നു. ഉടൻ തന്നെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ആ 8 വയസ്സുകാരനെ ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ആ ഫ്രിഡ്ജിൽ നിന്നും കണ്ടെടുക്കുന്നു. എപ്പോഴേ കണ്ടെത്താൻ കഴിയുന്നില്ല. പോലീസ് അന്വേഷണം തുടങ്ങുകയാണ്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കാം, അങ്ങനെയാണ് ആദ്യം തീരുമാനിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടി പണ്ട് പോക്സോ കേസിൽ ഉൾപ്പെടുത്തി ഉള്ളിലേക്ക് അയച്ച ഒരു ചെറുപ്പക്കാരൻ 19 വയസ്സുകാരനായ മുകുൾ സിംഗ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുന്നത്. പോലീസ് ഒരു കാര്യം കൂടി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. ഈ മുകുൾ സിംഗ് പോയി കുറച്ച് സമയത്തിന് ശേഷം ഈ പെൺകുട്ടിയും കൂടെ പോകുന്നു. അപ്പോൾ പോലീസിന് ഒരു സംശയം, തട്ടിക്കൊണ്ടുപോയതല്ല, ഭീഷണിപ്പെടുത്തി പോയതല്ല, ഇത് നോക്കാൻ വേണ്ടി പെട്ടെന്ന് പോകുന്നതല്ല. വളരെ സാവധാനത്തിൽ പതുക്കെ നടന്നുകൊണ്ട് ആ പെൺകുട്ടി ആ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇയാളായിരുന്നു. പോലീസ് ഒരു നിഗമനത്തിലെത്തി, ഈ കൊലപാതകം ചെയ്തത് എന്തായാലും മുകുൾ സിംഗ് തന്നെയായിരിക്കും, പക്ഷെ ഇതിന് കൂട്ടുനിന്നത് ഈ പെൺകുട്ടിയായിരിക്കും. ഇനി പെൺകുട്ടിയുടെ പല സ്ഥലങ്ങളിലേക്ക് പൂനെ, മുംബൈ, ബാംഗ്ലൂർ, ഗോവ, ഇക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇവർ ചുറ്റി സഞ്ചരിക്കും. ഇവർ ഈ പിതാവിനെ കൊലപ്പെടുത്തി ആ ഫോണിൽ നിന്ന് തന്നെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1.2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. പോലീസ് ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായി പണം പിൻവലിക്കും. ഇവരുടെ ലൊക്കേഷൻ പോലീസിന് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പോലീസ് ഇവരെ പിന്തുടർന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. കയ്യിലെ പണം തീർന്നതോടുകൂടി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കൂടിക്കൂടി വന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ ഹരിദ്വാറിൽ ഉപേക്ഷിച്ച് ഈ മുകുൾ സിംഗ് എന്ന ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്നും അപ്രത്യക്ഷനാകും. ഈ പെൺകുട്ടി എല്ലാ കേസുകളും ഈ ചെറുപ്പക്കാരനാണ് ചെയ്തത്, തന്നെ കൊണ്ട് ഇതിനെ കൂട്ടുനിന്നില്ലെങ്കിൽ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇത് പത്രങ്ങളിലൂടെ മനസ്സിലാക്കിയ ഈ മുകുൾ സിംഗ് നേരെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങും. ഇതെല്ലാം ചെയ്തത് ഞാനല്ല, എന്നെ കൊണ്ട് മുഴുവൻ ചെയ്യിപ്പിച്ചത് ഈ പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അതായത്